ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 14ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടീം റെഡുമായിട്ട് നടന്ന മാച്ചിൽ തോറ്റുപോയ ഇസഗിയുടെ ടീമിൽ നിന്നും ബാച്ചറെ അവർ തെരഞ്ഞെടുക്കുന്നതാണ്. എനിക്ക് പോണം, അതല്ലേ ഇവിടുത്തെ റൂൾ. പക്ഷേ ഞാനൊരിക്കലും നിനക്ക് വേണ്ടി കാത്തിരിക്കില്ല ഇസഗി. നിനക്ക് എന്നെ വേണമെങ്കിൽ നീ തന്നെ എന്നെ കൊണ്ടുപോകണം എന്ന് പറയുവാണ് ബാച്ചറ. പിന്നീട് നമ്മൾ കാണുന്നത് ഞാഗിയും ഇസഗി ഒരു സ്ഥലത്തിരിക്കുന്നതാണ്. അവിടെ വേറെ ആരെയും കാണാനില്ല. നമ്മൾ ഇനി എങ്ങോട്ടാ പോവേണ്ടേ? വിശ്രമിക്കാനാണോ? പക്ഷേ നമുക്കിനി വിശ്രമിക്കാൻ സമയമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും എന്ന് പറയുവാണ് ഇസഗി. ഇല്ല, അടുത്ത മാച്ചിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും, അതെനിക്ക് ഉറപ്പാ. ഇപ്പോൾ നമ്മൾ തോൽക്കാൻ കാരണം അവർ വളരെയധികം ശക്തരായതുകൊണ്ടാ. അല്ല, അതല്ല കാരണം. ഞാൻ നിന്നെ പോലെ അല്ലാത്തത് കൊണ്ടാ എനിക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹേയ്, നീ എന്തീ പറയുന്നേ? അവരത്രയധികം സ്ട്രോങ് ആയിട്ടും നീ അവർക്കെതിരെ ഒരു ഗോൾ അടിച്ചില്ലേ? ഫുട്ബോൾ എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? അല്ല, നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഒരു വെപ്പൺ എന്റെ കയ്യിലില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചേ. നിന്നെയും ബാച്ചറേയും പോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ തോറ്റുപോയി. അതുകൊണ്ട് എന്നെ അവർ തെരഞ്ഞെടുത്തില്ല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എന്നെ തെരഞ്ഞെടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസഗി. ഹേയ്, മതി, നിർത്ത്. മണ്ടത്തരം പറയല്ലേ. നീ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിന്റെ ടീമിൽ ജോയിൻ ചെയ്തത് നിന്റെ കൂടെയാണെങ്കിൽ ഇനി ഒരുപാടധികം സ്ട്രോങ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിർത്തിക്കോ എന്ന് പറയുവാണ് നാഗി. നീ എന്തീ പറഞ്ഞു വരുന്നേ? ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയല്ലേ? അതല്ല, നീ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ആവണം. റിയോ ഒരിക്കലും ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തില്ല. എന്നാ നിനക്ക് അവന്റെ കൂടെ പൊക്കൂടായിരുന്നോ? എന്തിനാ എന്റെ അടുത്തോട്ട് വന്നേ? എന്നെ അവനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. റിയോയുടെ കൂടെ അല്ലാതെ മറ്റാരുമായിട്ട് ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടില്ല. ഓ, അപ്പൊ റിയോ ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? നിനക്ക് ബാച്ചറയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് ഇസഗി അവനെ വിടുന്നു. നീ പറഞ്ഞത് ശരിയാ, അവനില്ലാതെ നിനക്ക് എന്നെ വേണമെങ്കിൽ നീ വന്ന് കൊണ്ടുപോക്കോ. എന്റെ ഉള്ളിലെ മൃഗം പറയുന്നത് ഞാൻ അനുസരിക്കും. ഇല്ല, അവനില്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തെളിയിക്കും എന്ന് പറയുവാണ് ഇസഗി. ഒരുപക്ഷെ ഈ സെലക്ഷന്റെ പോയിന്റ് തന്നെ അതായിരിക്കും. എനിക്കിതുവരെ ഫുട്ബോളിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ പോലും ഒരു ടീമിലെ ആർക്കെങ്കിലും 0 1 സാധിക്കുമെങ്കിൽ ടീമിലെ മറ്റുള്ളവർക്ക് ടീം വർക്ക് ഉപയോഗിച്ച് അത് 100 മാറ്റാം, അല്ലേ? എന്നാൽ രണ്ടാമത്തെ സെലക്ഷൻ നടക്കുന്നത് കുറച്ച് കളിക്കാർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രൗണ്ടിലാണ്. സോ ഓരോ പ്ലേയേഴ്സിന്റെയും സ്കില്ലും ആ ശൈലിയും ടീമിനെ മുഴുവനായിട്ടും സ്വാധീനിക്കും. സോ ഓരോരുത്തരുടെയും കഴിവെന്താണെന്നാണ് ഇവർ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ പരസ്പരം സഹകരിച്ചും പാസുകൾ കൊടുത്തും ഒരാളുടെ കളിയെ ആശ്രയിക്കുന്നതൊന്നും ഒരിക്കലും പ്രവർത്തിക്കില്ല. അതെ, നമ്മളെക്കാൾ വീക്കായിട്ടുള്ളവർക്ക് നേരെ അത് പ്രവർത്തിച്ചേക്കാം. പക്ഷെ ഇപ്പോ മുതൽ മിനിമം ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആവശ്യമായി മാറിയിരിക്കുന്നു. നമ്മൾ ആരുമായിട്ട് കളിച്ചാലും അവസാനം ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. സോ രണ്ടാമത്തെ സെലക്ഷൻ മറികടക്കാനുള്ള ഒരു താക്കോലാണ് ഇത് എന്ന് പറയുവാണ് നാഗി. നിന്റെ ഈ വിഷമത്തിൽ നിന്നും ഇനി എങ്ങനെ മറികടക്കാം? സോറി നാഗി, വിജയിച്ചുകൊണ്ട് നമുക്ക് മറികടക്കാം എന്ന് പറയുവാണ് ഇസഗി. സോ ഇവരെത്രയൊക്കെ ടീമായിട്ട് കളിച്ചാലും അവസാനം ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. സോ കൂടെയുള്ള ഒരാളുടെ സഹായത്തോടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതേ സമയമാണ് ബാറോ അങ്ങോട്ട് വരുന്നത്. നിന്നെ ഇവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ വളരെയധികം പവർഫുൾ അല്ലേ? നിനക്ക് ഞങ്ങളുടെ കൂടെ കളിക്കണോ എന്ന് നാഗി അവനോട് ചോദിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്നാ നീ വിചാരിക്കുന്നേ? ഞാനും ഇസഗിയും ചേർന്ന് നിന്നെ തോൽപ്പിക്കും. ഓ, നിനക്ക് പന്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിയാ എന്ന് കരുതി രാജാവിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ തോൽക്കാൻ തയ്യാറായിക്കോ രാജാവേ. ഞാൻ നിന്നെ തോൽപ്പിച്ച് എന്റെ ദാസനാക്കി മാറ്റും. ഹേ, നിൽക്ക്, അവനെ വെറുതെ ദേഷ്യപ്പെടുത്തല്ലേ എന്ന് ഇസഗി പറയുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നറുഹായ അങ്ങോട്ട് വരുന്നു. സോ ആദ്യം ഇസഗിയുടെ ടീമിൽ ഉണ്ടായിരുന്നവനാണ് ഇവൻ. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത മത്സരം ഉണ്ടാവുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമായിരുന്നു ഒരു ടീമായിട്ട് കളിച്ചിരുന്നത്. ഇവരുടെ ടീമിൽ ബാറോ 4 ഗോളുകൾ അടിച്ച് മുൻനിരയിൽ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ എതിർ ടീം 5 ഗോളുകൾ അടിച്ച് ഇവരെ തോൽപ്പിച്ചു. ബാറോ ഒറ്റയ്ക്ക് ആർക്കും പാസ് കൊടുക്കാതെ ബോളും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ എതിർ ടീം വളരെ മികച്ച പ്ലെയർ ആയിട്ടുള്ള ഇവരെ തെരഞ്ഞെടുക്കാതെ ഇവരുടെ ടീമിലെ മറ്റൊരുത്തിനെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയാണ് നറുഹായ. പിന്നീട് നമ്മൾ കാണുന്നത് ജയില് പോലെയുള്ള ഒരു റൂമിൽ നിന്നും അടുത്ത മാച്ചിനെ പറ്റി പ്ലാൻ ചെയ്യുന്ന നാഗിയെയും ഇസഗിനെയാണ്. അടുത്തത് ഇവർ കളിക്കാൻ പോകുന്നത് ബാറോയുടെയും നറുഹായുടെയും കൂടെയാണ്. ബാറോയുടെ കൂടെ കളിക്കുന്നത് അത്ര നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനെ നമ്മളെ കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുവാണ് ഇസഗി. എന്റെ സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത് ബോൾ ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. നിന്റെ വെപ്പൺ എന്ന് പറയുന്നത് മിഡ് എയറിൽ നിന്നുകൊണ്ട് ബോൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതും.
പക്ഷെ ഇത് രണ്ടും ബോൾ കറക്റ്റ് ആയിട്ട് പാസ് വന്നാൽ മാത്രമേ നടക്കൂ. കഴിഞ്ഞ മാച്ചിൽ ബാച്ചറയായിരുന്നു നമുക്ക് പാസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ പാസ് ചെയ്യാൻ നമ്മുടെ കൂടെ ആരുമില്ല. എന്നാ ബാറോ അങ്ങനെയല്ല. അവനെ കൊണ്ട് ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും, വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. പിന്നെ ആളെ കാണാൻ ഒരു വലിയ കവുങ്ങ് പോലെയാണ്. സോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇസഗി അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാഗി അവിടെ കിടന്നുറങ്ങുന്നത്. ഇവനെന്താ ഒരു വാമ്പയറിനെ പോലെ കിടക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. പിന്നീട് നമ്മൾ കാണുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസഗീനെയാണ്. നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ടീമിലോട്ട് ആവശ്യമാണ്. ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയിച്ച് അടുത്ത മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാഗി എനിക്ക് നഷ്ടമാകും. ഇതേ സമയമാണ് നറുഹായ് അവന്റെ അടുത്തോട്ട് വരുന്നത്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനിത് ചുറ്റുവളച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് ഇസഗി. നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ടാലന്റ് ആണുള്ളത്. നിന്റെ ടീമിൽ വളരെ സ്ട്രോങ് ആയിട്ട് നാഗിയുണ്ട്, എന്റെ ടീമിൽ ബാറോയും. ആര് വിജയിച്ചാലും ബാറോയെ എടുക്കും, അല്ലെങ്കിൽ നാഗിയെ എടുക്കും. തീർച്ചയായിട്ടും ഞാൻ ജയിക്കുവാണെങ്കിൽ നിന്നെ എടുക്കില്ല, നീ ജയിക്കുവാണെങ്കിൽ നീ എന്നെ എടുക്കില്ല. സോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ടീമിൽ ആവശ്യമാണ്. വേറെ ടീമിന്റെ അടുത്തു നിന്നും തോറ്റ് പുറത്തു പോകുന്നതിന് പകരമായിട്ട് നമുക്ക് രണ്ടു പേർക്കൊന്ന് ഏറ്റുമുട്ടി തോൽവി അങ്ങ് ഉറപ്പിക്കാം എന്ന് പറയാണ് നറുഹായ. സോ തങ്ങളുടെ കൂടെ ഏത് ടീം കളിക്കണമെന്ന് ആ ടീമിന് തീരുമാനിക്കാം. പക്ഷെ രണ്ട് ടീമിനും അത് സമ്മതമാവണമെന്ന് മാത്രം. സോ തങ്ങളുടെ കൂടെ അടുത്ത മാച്ച് കളിക്കാൻ വേണ്ടി നറുഹായ ഇസഗിയെ വിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇസഗിയും നാഗിയും തമ്മിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാഗിയുടെ കയ്യിൽ നിന്നും ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസഗി മോന്തെ കുത്തി താഴെ വീഴുന്നു. എന്റെ കയ്യിൽ നിന്ന് പോലും ബോൾ നിന്നെ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബറോയുടെ കയ്യിൽ നിന്നും നീ എങ്ങനെ ബോൾ എടുക്കും? ആ ടീമിന്റെ കൂടെ മത്സരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അവരെ തോൽപ്പിക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നാഗി അവനോട് ചോദിക്കുന്നു. എന്നാൽ ഇസഗിയുടെ കയ്യിൽ അവരെ തോൽപ്പിക്കാനുള്ള ഐഡിയ ഒന്നുമില്ല. ഒരു ടീമിന്റെ കൂടെ കളിക്കാൻ പോകുന്ന സമയത്ത് അവരെ എങ്ങനെ തോൽപ്പിക്കാന്നുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ വെറും രണ്ടുപേരേ ഉള്ളൂ, നമ്മൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? എന്തായാലും നമുക്കിപ്പോ വേറെ വഴിയില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ തോൽപ്പിച്ചേ പറ്റൂ. മാച്ച് നടക്കുന്ന സമയത്ത് അവന്റെ സ്റ്റൈൽസ് എല്ലാം നോക്കി നമുക്ക് എന്തെങ്കിലും പുതിയ പ്ലാൻ ഉണ്ടാക്കാം. ഈ ഒരു പ്ലാൻ വളരെയധികം റിസ്ക് ആണ്, പക്ഷെ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറയുവാണ് നാഗി. പിന്നീട് നമ്മൾ കാണുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറോയും നറുഹായയും ആണ്. കുറച്ചേറെ ട്രെയിനിങ് ചെയ്ത സമയത്ത് തന്നെ നറുഹായ നല്ല രീതിയിൽ ക്ഷീണിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും തോറ്റു കൊടുക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. തോറ്റു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവേണ്ടി വരും എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ ഇവർക്കുള്ള മാച്ച് ആരംഭിക്കുകയാണ്. രണ്ട് ടീമും ഇപ്പോ ഫീൽഡിൽ നിൽക്കുന്നു. അങ്ങനെ മാച്ച് ആരംഭിക്കുന്നു. നാഗിയുടെ കയ്യിലാണ് ഇപ്പോ ബോൾ ഉള്ളത്. ബാറോയെ മറികടന്ന് നാഗി പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബാർ അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കുന്നത്. ഹേയ് ഇസഗി, നിന്റെ അടുത്തോട്ട് വരുന്നത് എന്ന് വിളിച്ചു പറയുകയാണ് നാഗി. ഇതേ സമയം ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാറോ. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. അവന്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 27 മീറ്റർ ആണ്. സോ എന്നെ മറികടന്നു പോവാൻ അവനെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ പെട്ടെന്നാണ് 29 മീറ്റർ മുൻപിൽ നിന്ന് തന്നെ ബാറോ ബോൾ കിക്ക് ചെയ്തത്. സോ വളരെ മനോഹരമായിട്ട് അവൻ ഒരു ഗോൾ അടിക്കുന്നു. ബ്ലൂ ലോക്കിന്റെ ട്രെയിനിങ് കാരണം അവൻ ഒരുപാടധികം മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഇസഗി. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുന്നു. ഇസഗിയുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. നറുഹായയും മറികടന്ന് പോവാൻ വേണ്ടി നിൽക്കുവാണ് ഇസഗി. പക്ഷേ ബാജറെ പോലെ ഡ്രിബ്ലിംഗ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കില്ല. നാഗിക്ക് പാസ് ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുമ്പോ നാഗിയുടെ പുറകിൽ ബാറോയും നിൽക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് അതൊന്നും കുഴപ്പമില്ല ഇസഗി, നീ പാസ് ചെയ്യ എന്ന് നാഗി വിളിച്ച് പറയുന്നത്. സോ ഇസഗി ആ ബോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതെടുക്കാൻ വേണ്ടി നാഗി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ തോൽപ്പിക്കാനുള്ള ഒരു വഴി ഞാനിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നു. ഗോൾ അടിക്കാൻ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാസ് എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ രീതിയിൽ ഒരു പാസ് കിട്ടിയാൽ മാത്രം മതി. അത് ഗോളാക്കി മാറ്റാനുള്ള കഴിവ് എന്റെ കയ്യിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇതിനു മുൻപും ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ ആ ഫീൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ് നാഗി കാലിന്റെ പുറകുവശം വെച്ച് ആ ബോളൊക്കെ തട്ടുന്നു. ഇതൊക്കെ കണ്ട് ഇസഗി അവനെ തന്നെ നോക്കി നിൽക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നാഗി ഒരു ഗോൾ അങ്ങ് അടിക്കുന്നു. നമുക്ക് അവനെ തോൽപ്പിക്കാം ഇസഗി, ഇനി നമ്മുടെ ഊഴമാണ് എന്ന് പറയുവാണ് നാഗി. സോ ബാറോയെ എതിർത്ത് ഗോൾ അടിക്കാനുള്ള ഒരു ഫോർമുല ഇപ്പൊ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുന്നു. ഇപ്പോ ബാറോയുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. ഇസഗി, നമുക്ക് രണ്ടുപേർക്കും ഇവരെ കവർ ചെയ്യാം, അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ ബോൾ പാസ് ചെയ്യില്ല എന്ന് പറയുവാണ് നാഗി. നാഗിയും ഇസഗിയും ചേർന്ന് ബാറോയെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നറുഹായ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഹേയ് ബാറോ, ഇങ്ങോട്ട് പാസ് ചെയ്യ എന്നാ ഇത് കേട്ട് ബാറോ അവന് ബോൾ കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇസഗി അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കുന്നു. ഇത് കണ്ടതും നാഗി ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടുന്നു. നറുഹായോ അവന്റെ പുറകെ തന്നെ ഓടുവാണ്. ഞാൻ പാസ് ചെയ്യുന്ന ബോൾ കൺട്രോൾ ചെയ്യുന്നതാണ് നാഗിയുടെ വെപ്പൺ. പുറങ്കാൽ ഉപയോഗിച്ച് ഇതിനു മുൻപും ബോൾ അവൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഡിഫൻഡറിന് തടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവൻ അവരെ തെറ്റിദ്ധരിപ്പിക്കും. അതാണ് അവന്റെ പുതിയ പ്ലാൻ. എന്നാൽ ഇപ്പോ അവന് അതിന് തയ്യാറാണ്.
പക്ഷെ നറുഹായ ചെയ്യുന്നത് പോലെ ഡിഫൻഡർ അവരിൽ നിന്ന് കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. സോ അതിനർത്ഥം ഡിഫൻഡറിന്റെ ശല്യമില്ലാതെ അവന് മുമ്പിലോട്ട് പോവാനും സ്വതന്ത്രനായിട്ട് കളിക്കാനും സാധിക്കും. അവനിവിടെ ഉപയോഗിക്കുന്നത് അവന്റെ മുൻപത്തെ കൺട്രോളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടായിരിക്കും. അത് നല്ലതും ഭാരം കുറഞ്ഞതുമായ ഒന്നായിരിക്കും. ബ്ലാക്ക് ഹോൾ ടേക്കൺ ഡൗൺ. നറുഹായ അവിടെ നിന്നും മാറിയത് കൊണ്ട് ഷോട്ട് തടയാൻ അവൻ അവിടെ ഉണ്ടായിരിക്കില്ല. അതാണ് നാഗിയുടെ ശക്തി. പന്തിന് ജീവനുള്ളതുപോലെ കൺട്രോൾ ചെയ്യുന്നു. അബ്സോർബിംഗ് ടേക്കൺ ഡൗൺ പന്തിന്റെ ചലനത്തെ നശിപ്പിക്കുന്നു. ഈ രണ്ട് ടെക്നിക്കുകളും പൂർണ്ണമായി ഉപയോഗിച്ചാൽ നാഗിയുടെ ഫോർമുല പൂർത്തിയായി. സോ ഇതേ സമയം നാഗി വളരെ മനോഹരമായി ഒരു ഗോൾ കൂടി അടിക്കുന്നു. നൈസ്. ഇനി 3 കൂടി. എന്നാ ഇതൊക്കെ കണ്ട് ബാർ ഒരുപാടധികം ടെൻഷനായി നിൽക്കുന്നു. ഹേയ്, പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു വഴി കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വെറും പുഴുക്കൾ മാത്രമാണ്. എന്നെ കൊണ്ട് സാധിക്കും. നിങ്ങളെ 2 പേരെയും ഞാൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് അതിന്റെ സെന്ററിൽ നിന്നും ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അവൻ ബോൾ കിക്ക് ചെയ്യുന്നു. എന്നാൽ ജസ്റ്റ് മിസ്സിന് ഗോൾ കീപ്പർ അത് തടയുന്നു. ഇല്ല, ഇനി ഇങ്ങനെ അവനെ കൊണ്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഇസഗി. പെട്ടെന്നാണ് ആ പന്തെടുക്കാൻ വേണ്ടി നറുഹായ അങ്ങോട്ട് വരുന്നത്. ഇവനിപ്പോ ഇത് എവിടുന്ന് വന്നു എന്ന് ഇസഗി ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവൻ ബാറോക്ക ബോൾ പാസ് ചെയ്യുന്നു. സോ ബോൾ കിട്ടിയതും ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അവൻ കിക്ക് ചെയ്യുന്നു. എന്നാ അത് അവന് മിസ്സാവുന്നില്ല. സോ ഒരു ഗോൾ കൂടി അവൻ അടിച്ചിരിക്കുന്നു. ബാറോയുടെയും നാഗിയുടെയും ഗോൾ അടിക്കാനുള്ള കഴിവ് ഏകദേശം ഒരുപോലെ തന്നെയാ. സോ ഈ മത്സരത്തിൽ വിജയിക്കാനുള്ള താക്കോൽ എന്റെയും നറുഹായുടെയും കയ്യില. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. ഇസഗിയാണ് ബോൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ടീം നിങ്ങളോടൊപ്പം കളിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയുമോ? അത് നാഗിക്ക് വേണ്ടിയാ. ഞങ്ങൾക്കിപ്പോ നിന്നെ തോൽപ്പിക്കാം ഇസഗി. നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാമായിരുന്നു. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും എല്ലാം. ജിഗിരിയും ബാച്ചറയും കുരുഗാമിയും ഇല്ലാതെ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ സാധിക്കില്ല. അവരുള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇതുവരെ എത്തിയത്. പാറോയെ പോലെയോ നാഗിയെ പോലെയോ നിന്നെ കൊണ്ട് അവ സാധിക്കില്ല. സോ നീയും ഞാനും ഒരുപോലെ തന്നെയാ എന്ന് പറഞ്ഞ നറുഹായ അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുത്ത് ബാറോക്ക് നേരെ ഇട്ടു കൊടുക്കുന്നു. ഓടി വന്ന് ബാറോ ഗോൾ ബോക്സിനെ ലക്ഷ്യമാക്കി അത് അടിക്കുന്നു. അപ്പോഴാണ് നറുഹായ ആ ബോളിന് പുറകെ ഓടുന്നത്. എന്റെ ആയുധം പിന്നിൽ നിന്നും വരുന്നതാണ് എന്ന് അന്ന് അവൻ പറഞ്ഞത് ഇസഗി ആലോചിക്കുന്നു. ഇല്ല ഇല്ല, എനിക്ക് നറുഹായെ തോൽപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് ചിന്തിക്കുവാണ് ഇസഗി. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ബാറോ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അടിച്ച ആ ബോൾ നറുഹായുടെ ഗോളാക്കി മാറ്റണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഗോൾ പോസ്റ്റിലെ അടുത്തെത്തിയ ആ ബോളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് നറുഹായ. സോ അവനെ തോൽപ്പിക്കാൻ പോലും ഇസഗിയെ കൊണ്ട് സാധിക്കില്ലെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.